ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചേനയിലേൻ്റെ തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് ചേനേൻ്റെ തളിരിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നൈസായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചേനയുടെ തണ്ടുണ്ട്, തളിരിലയാണ്. ഒരുപാട് തണ്ടില്ല, കുറച്ചേ ഉള്ളൂ. ചേനയിലേൻ്റെ തണ്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് അടുത്ത പോസ്റ്റ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചേനയിലേൻ്റെ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തു. ഇത് നാളികേരം, ഇതൊന്ന് ചതച്ച് വയ്ക്കണം. അതിലേക്ക് 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, അത് ചതച്ച് വെച്ചു. ഇനി വറവിടാം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അതിലേക്ക് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതൊന്ന് ഒരുപാട് ഉപ്പിടരുത്, കുറച്ച് ഉപ്പ് ഇടാവൂ. കാരണം ഈ ഇല വാടി വരുമ്പോൾ ഉപ്പ് കൂടുതലായി പോവും. അപ്പം അതിലേക്ക് ഞാൻ ചതച്ച് വെച്ച നാളികേരം ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഞാനിനി ആ ഇല വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചു. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മാക്കി വെച്ച് ചെയ്യരുത്. സ്ലോ ആയിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും. അപ്പോൾ അത് കാരണമാണ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ അടുത്തുനിന്ന് ആരും പോകരുത്. ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇലയായതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പം എൻ്റെ ഉപ്പേരി തോരൻ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തു. പെട്ടെന്ന് വേവും, ഇതിൻ്റെ അടുത്തുനിന്ന് മാറുകയേ ചെയ്യരുത്. നമ്മളൊരു 10 മിനിറ്റ് മതി ഇതെല്ലാം ചെയ്ത് തീർക്കാൻ. അപ്പോൾ എൻ്റെ തോരൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണുള്ളത്, കണ്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചോറിന് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ.